Ibaiska, Saku, Pustino. രുദ്ര, നീ വളരെ ധീരനാണ്. മുത്തശ്ശൻ എല്ലാരും രക്ഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയാലേ പറ്റൂ. പേടിക്കണ്ട മുത്തശ്ശൻ, വിഷമിക്കണ്ട, ഞാൻ അവന്മാരെ നോക്കിക്കോളാം. ടിമോഥേസിനെ വിളിക്കേ. രുദ്രയെ പിടിച്ചിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. കേജ് മജീഷ്യൻ, രുദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇതെന്താ സാധനം? ഏതാണ്ടൊരു വിരുന്നുകാരൻ പാലസിനകത്ത് എത്തിയെന്നാ തോന്നുന്നേ. മുത്തശ്ശ, നിങ്ങൾ ഇവിടെ നോക്കിക്കോ. ശരി, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. Ibaiska, Sakum, Prisam Kureto. വട്ടം കറങ്ങി ഓടുന്ന സമയത്ത് എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില, ഒന്ന് കഴിക്കാൻ നിങ്ങൾ തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാനിപ്പോ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ച മൈര, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഷേക്ക് ചെയ്തോണ്ടിരിക്കേ. നല്ല അടിപൊളി അടിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില, എനിക്ക് ചിക്കൻ തന്തൂരി വേണം. ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ചോ. ഏ ഡ്രാഗൺ, ദേ ഇവിടെ. ഡ്രാഗൺ എവിടെ പോയി? എന്താ ആലോചിക്കുന്നേ? ഇനിയും ചിക്കൻ വേണോ? എന്താ തരട്ടെ?
എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്താ വേണ്ടത്? ആ. ആ. ഞാൻ അത് ശരി, ഞാനോ? ആ. ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ തരില്ല. വേഗം ഓടി രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. അല്ല, അവനെന്നെ ഫ്രൈ ചെയ്യാൻ നോക്ക, അവനെന്നെ റോസ്റ്റ് ആക്കി തിന്നാൻ നോക്ക. ഓ, പേടിക്കണ്ട, നമുക്ക് ഇവനെ ഇപ്പൊ തന്നെ കൊടുക്കാം. ജന്തർ മന്തർ കാലികൾ അന്തർ ചൂ, നെറ്റിൽ ചെന്ന് കുടുങ്ങി കിടക്ക്. മൈര, നീ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? സോറി ബേബി ഡ്രാഗൺ, എല്ലാം ശരിയായതിനു ശേഷം ഞാൻ നിന്നെ പുറത്തേക്ക് വിട്ടേക്കാം. മുത്തശ്ശ, ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ഇതിനെ പഴയതുപോലെ മാറ്റുവോ? ബേബി ഡ്രാഗൺ, നീ എന്തിനെങ്ങനെ കരയുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടോ? കണ്ടില്ലേ, അവൻ കണ്ണുകൾ കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മുത്തശ്ശ, ഇവനെ പഴയ പോലെ മാറ്റരുതേ. ബേബി ഡ്രാഗൺ, നീ വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം ഫ്രീ ആയതിനു ശേഷം നീയും നോർമലായി മാറുന്നതായിരിക്കും. സോറി, കുറച്ചു സമയത്തേക്ക് നീ ഇങ്ങനെ ഇരുന്നേ പറ്റൂ. അവനെ വെറുതെ വിടരുത്. ഇപ്പൊ എന്ത് ചെയ്യും സിംസും? ലൈബ്രറിയൻ കേജിൽ കുടുങ്ങിയിരിക്കുക. മുത്തശ്ശനെയും കൂട്ടുകാരെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അകത്ത് പോയേ പറ്റൂ. അല്ല സർ, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? രുദ്ര, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേജ് മജീഷ്യൻ ലൈബ്രറിയെ കേജ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനാണ് ചെയ്തത്. എന്നെ കുറിച്ചുള്ള രഹസ്യം ഈ ലൈബ്രറിക്കകത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ലൈബ്രറിനകത്തേക്ക് പോകാൻ പാടില്ല. രുദ്ര എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവർക്കകത്തേക്ക് പോകാൻ പറ്റില്ല. നിനക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അലാക സർ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രുദ്ര. രുദ്ര, സിംസും നിന്റെ കൂടെ ഉള്ളപ്പോ എന്തിനാ നീ പേടിക്കുന്നത്? വാവ് സിംസും, നല്ല ഐഡിയ ആണല്ലോ.
Ibaiska, Zibaiska, Sakum. Big Hole Creator. എന്റെ ജയിലിനകത്ത് ഒരു തുരങ്കമോ? ചെല്ല് രുദ്ര, പക്ഷെ ഒരിക്കലും തിരിച്ചു വരാനാകില്ല. എന്റെ ജയിലിനകത്തേക്ക് പോകുന്നത് വളരെ ഈസിയാണ്, പക്ഷെ തിരിച്ചു വരുന്നത് നടക്കാത്ത കാര്യമാണ്. രുദ്രയെ അകത്തിട്ട് പൂട്ട. രുദ്ര, ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആദ്യം അകത്തേക്ക് പോവാം, പിന്നെ പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്താം. ഞാൻ നിനക്കൊരു ബുക്ക് തരാം. അതിൽ കേജ് മെഷീനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടാകും. ഈ ബുക്കിൽ കേജ് മെഷീനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അല്ല സർ, ഇപ്പൊ ഞാൻ ഇറങ്ങാനുള്ള സമയമായി. പക്ഷെ ഒരു ബുക്കും കൂടി നോക്കാനുണ്ട്. Tunnel Creator. രുദ്ര, നിന്നെ കുറിച്ച് ഞാൻ കേട്ടതുപോലെ തന്നെ നീ ശരിക്കും ഒരു ധീരൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നീ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേജ് മെജിഷ്യന്റെ കൂടെയാണ്. ഞാൻ ഇവിടെ ജീവിതകാലം നിന്നെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ ഒരിക്കലും സംശയിക്കില്ല. പക്ഷെ എനിക്കൊരു കാര്യം കാണാൻ ആഗ്രഹമുണ്ട്. നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. കേജ് മെജിഷ്യൻ, നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. അതെ, തെറ്റാണ്. പക്ഷെ നിനക്ക് എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ നിങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തേക്ക് പോകാം, പക്ഷെ വീണ്ടും അകത്തേക്ക് വരാൻ പറ്റില്ല. പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോകണം. വരും, നമുക്ക് പോവാം. ഞാൻ പുറത്തേക്ക് വരില്ല. നീ ചെല്ല്. എന്റെ ലോകം ഇതാണ്. പക്ഷെ ഞാൻ നിനക്ക് വളരെ വ്യത്യസ്തമായ ബുക്സ് ഒക്കെ തരുന്നതായിരിക്കും. നീ രക്ഷപ്പെടാൻ ഇത് നിന്നെ സഹായിക്കും. താങ്ക് യു അലാസ സർ. രുദ്രയെ ഞാൻ ജയിലിലിട്ട് കഴിഞ്ഞു. പിന്നെ ആരാണ് എന്റെ ജയിലിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇല്ല രുദ്ര, അപ്പൊ അത് വെറും ഇമേജ് മാത്രമായിരുന്നു. പക്ഷെ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല രുദ്ര. രുദ്രയെ ഇങ്ങോട്ട് കൊണ്ടുവാ. Thank you very much. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി
നീ മെജിഷ്യൻ ലൈബ്രറിയിൽ നിന്നും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷേ നിന്റെ ഒരു അഭ്യാസം ഇവിടെ വർക്കാകില്ല. കാരണം നിന്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത് ദി ഗ്രേറ്റ് കേജ് മജീഷ്യൻ ആയിരിക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നിനക്ക് ആരെയും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ല. രുദ്രയുടെ പ്രായത്തെയും അതുപോലെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓ, 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 കൊള്ളാലോ, കേച്ച് നിന്റെ ആൾക്കാരെ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഓ, 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 ഓ. അതേ രുദ്ര, ധൈര്യം കൈവിടരുത്. അതെ രുദ്ര, you can do it. Ibaiska Zubaiska Crystal Breaker. ഞാൻ ഇനിയും ഡ്രാഗന്റെ മന്ത്രം പറഞ്ഞില്ലല്ലോ. ഡ്രാഗൺ ഡയറക്ഷൻ ഡൈവേർട്ടോ. ഇല്ല, അതെന്റെ ഡ്രാഗനാണ്. അതൊരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യില്ല. Dragon attack you! Ibaiska Zibaiska boom chick chick boom. കേജ് മജീഷ്യൻ, നിന്റെ കഥ ഇപ്പൊ തീരും. ഡ്രാഗൺ നിന്നെ ഇപ്പൊ കൊന്നോളും. ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല. അച്ഛാ, അച്ഛാ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിന്റെ അച്ഛൻ വളരെ ബ്രേവ് ആണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഡ്രാഗൺസിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്.
എന്റെ അച്ഛൻ ബ്രേവ് ആണ്, എന്റെ അച്ഛൻ സ്ട്രോങ് ആണ്, എന്റെ അച്ഛൻ ഹീറോയാണ്. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. രുദ്ര, നീ എന്റെ മകന്റെ മുന്നിൽ വില്ലനാക്കാതെ എന്നെ ഹീറോ ആക്കിയിരിക്കുകയാണ്. മനുഷ്യരുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെടട്ടെ. എവിടുന്നാണോ ഇവര് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഒരുപാട് ജോലി ബാക്കിയുണ്ട്. സർ മജസ്റ്റിക്കോ, നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നൽകിക്കോളൂ, എനിക്കതിന് സമ്മതമാണ്. ശിക്ഷ നൽകുന്നത് മനുഷ്യൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വയം ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി ശിക്ഷയുടെ ആവശ്യമൊന്നുമില്ല. പോയി സന്തോഷമായിട്ട് ജീവിക്കേ. നിന്റെ മകനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തിയെടുക്ക്. താങ്ക് യു രുദ്ര. താങ്ക് യു സർ മജസ്റ്റിക്കോ. താങ്ക് യു ജയ്സിംഗ്. നമുക്ക് പിന്നെ കാണാം. എങ്കിലും എനിക്ക് വല്ലാതെ വിശക്കുന്നു. തരാം, ഇപ്പൊ കൊണ്ടുവരാം. ചേടാ, നീ വീണ്ടും വന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മൾ ഫ്രീ ആവുമ്പോ ഇവനും ഫ്രീ ആവുമെന്ന്. വേണമെങ്കിൽ ഇത് കഴിച്ചോളൂ.